സ്റ്റാർ മാജിക്കില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമ്മൾ പോവാ. ഗെയിമിലേക്ക് പോയല്ലോ. പോകാലോ. ഓക്കെ, ഗെയിമിന്റെ പേരും വളരെ വെറൈറ്റി ആണ്. കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കുപ്പായം. ഞങ്ങൾ വിചാരിച്ചു കുറുക്കൻ ചേറി ടയേഴ്സ് ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുട്ടിക്കുപ്പായം എടുക്കലാണ് നമ്മുടെ ആവശ്യം. അത് കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കുപ്പായം. സംഗതി എങ്ങനെ ഈ ഗെയിം എന്നുള്ള പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഒരു ടീമിന്റെ വഴി ഇത്, ഒരു ടീമിന്റെ വഴി അത്. അതായത് കുട്ടപ്പൻ ചേട്ടന്റെ ഡ്രസ് ആരോ മൊട്ടിച്ചു കൊണ്ടുപോയി. അത് ശരി. പാവം നിക്കണ നിപ്പ് കണ്ടോ മുഴുവനെ. അപ്പോ ഇവിടെയും ഒരു കുട്ടപ്പൻ ചേട്ടനുണ്ട്. നമ്മൾ ഈ ഡ്രസ്സ് ഹണ്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു പോയി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഇത് ഡ്രസ് കണ്ടിച്ചിട്ടാ എന്താണ് ഇപ്പൊ എന്ത് പറഞ്ഞല്ലോ, ഹണ്ട് ചെയ്ത് മലയാളം, അതായത് മലയാളം. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ടീമിൽ നിന്ന് ഒരാൾ അമ്പിളി സിനിമയിലെ സൗബിൻ ആ സൈഡിൽ ഇരിക്കണ ഫോണിന്റെ അടുത്തിരിക്കണ അയാൾ ഇനി കോളം ഒന്ന് ചാവുമല്ലോ കേൾക്കുന്നത്. ആദ്യം ആദ്യം പട്ടണം പ്രവേശന സിനിമയിലെ എൻ ബാലകൃഷ്ണൻ അവിടെ അങ്ങോട്ട് മാറ്റും. എന്നിട്ട് അമ്പിളി മാറാം. അതായത് ഈ ടീം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിലെയാണ്. അവർ ഫസ്റ്റ് വരുമ്പോൾ ഒരാൾ മാത്രമേ വരാൻ പാടുള്ളൂ. പാലത്തിലൂടെ കടന്നു വന്ന് ഇതിലൂടെ ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല. അവരെങ്ങനെ തലയോ കയ്യോ വാലോ എന്തെങ്കിലും ഇട്ട് കോസ്റ്റ്യൂം എടുക്കണം. അതായത് കുട്ടപ്പൻ ചേട്ടന് ഒരു ടീഷർട്ടും സൂപ്പർ സ്റ്റാർ ശരവണൻ എൻ ബാലകൃഷ്ണൻ ചേച്ചി ഞങ്ങളുടെ പഞ്ചറൊന്ന് ഒടിച്ചരോ. ഞാൻ ശരവണാണെങ്കിലേ ആ നാഗർകോവിൽ ബെൻസി അവിടെ അങ്ങോട്ട് മാറ്റി. താങ്കളാണ് നാഗർകോവിൽ ബെൻസി നടക്കുന്നത്. ഹലോ. ആ ചേട്ടാ, നാഗർകോവിൽ ബെൽസിക്ക് ഒന്ന് ചിരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം ഉണ്ട്, നേരിട്ട് കൊടുക്കട്ടെ. വേണ്ട ചേട്ടാ, ഞാനേ ഉറക്കം വരുന്നു, ഉറങ്ങാൻ പോവാണ്. അപ്പൊ ചേട്ടാ ഇനി എന്തെങ്കിലും അടിക്കണമെങ്കിൽ അതിലൂടെ ചിരിച്ചിട്ടങ്ങ് ഉറങ്ങാം. പറയാം കേട്ടാ, വല്ല കോമഡി ഒക്കെ നടക്കണേ പറയാം. ഓ ശരി ശരി. കിട്ടിയില്ലോ. ബെൻസി ഒതുങ്ങി. ഇതൊക്കെ എരുന്ന് വാങ്ങാൻ വേണ്ടിട്ടാണ് തങ്കച്ചേട്ടൻ എന്ന് രാവിലെ ഇവിടെ പറഞ്ഞേ? എരുന്ന് വാങ്ങുന്നല്ല, ഞാൻ മേടിക്കുന്ന പൈസക്ക് ഞാൻ ജോലി ചെയ്യുന്നു. ചേട്ടന് ഈ കലാമണ്ഡലം തങ്കച്ചൻ ആക്കിക്കൂടെ? എങ്കിൽ നിന്നെ കരിപ്പട്ടി ആരും ഉണ്ടാക്കട്ടെ. അത് ഓൾറെഡി എന്റെ പേര് അങ്ങനെ ആക്കിക്കോ. ആഘോഷിക്കട്ടാ. എനിക്ക് സന്തോഷം. എന്റെ അച്ഛന്റെ ജോലിയാണ് ഗസറ്റ് കൊടുത്ത മറ്റുള്ളവർക്ക് ഇപ്പൊ മൊത്തത്തില് എന്താ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. കുട്ടപ്പൻ ചേട്ടൻ അവിടെ കുട്ടിക്കുപ്പായം ഇല്ലാണ്ട് നിക്കാൻ തുടങ്ങി. ഇത്രയും പ്രായമായിട്ട് നിക്കറില്ലാതെ ഇവിടെ നിൽക്കാൻ. ശരി, ഓക്കെ. അപ്പോ ഏറ്റവും ആദ്യം ഈ ടീമിൽ നിന്ന് ഒരു മെമ്പർ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളുടെ മെമ്പർ പഞ്ചായത്ത് പോയേക്കണേ. ആണെങ്കിൽ ഓ ഫ്രഷ് സാധനോടാ, അടിപൊളി. നീ രാവിലെ അടിക്കാത്തത് അത് ബെൻസിയെക്കാളും കേറിയിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ മാഡം. ഇതിലൂടെ ഇറങ്ങാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ലൈക്ക് എങ്ങനെയെങ്കിലും കയ്യോ കാലോ ഒക്കെ എടുത്തിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ എടുക്കണം. കുട്ടപ്പൻ ചേട്ടന് ഒരു ടീഷർട്ട് ഉണ്ട്, ഒരു കോട്ട് ഉണ്ട്, ഒരു പാന്റ് ഉണ്ട്, 2 ചെരുപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കളക്ട് ചെയ്യണം. ഏറ്റവും ആദ്യം കൈ കിട്ടുന്ന ആദ്യത്തെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ വരുന്നു, അവിടെ വേറെ ഇപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത ആള് വന്നിട്ടാണ് അടുത്തത് എടുക്കേണ്ടത്. അങ്ങനെ ഏറ്റവും ആദ്യം കുട്ടപ്പൻ ചേട്ടനെ ഫുൾ ഫോം ആക്കി വിടുന്ന ടീമായിരിക്കും ജയിക്കുക. ഇപ്പൊ ഇങ്ങനെ ഇതൊന്നും ഇടിയിക്കാതെ തന്നെ പുള്ളി ഫുൾ ഫോമിലാണ്. ഇപ്പൊ ഒന്നും കൂടെ ഫോം ആക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് ഈ ഗെയിം കളിക്കാൻ വേണ്ടി വരുന്ന 2 പേർ, ഈ ടീമിൽ നിന്ന് അനു, ആ ടീമിൽ നിന്ന് ദേവി. തങ്കു അഡ്വൈസ് ചെയ്യാൻ പോവാണേ. മക്കളെ ശ്രദ്ധിച്ച് കളിക്കുക. പിന്നെ നഖത്തിനിടയിൽ വരെ കള്ളത്തരമുള്ള ഒരു പെണ്ണാണ് നിന്റെ കൂടെ കളിക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടാകണം എന്ന് മാത്രമല്ല, പിന്നെ നഖത്ത് ചെല്ലുന്ന സമയത്ത് ചില ഉപദ്രവങ്ങൾ, നഖം കയറ്റുക, അങ്ങനെയുള്ള കണ്ണിലിട്ട് കുത്തുക, അങ്ങനെയുള്ള കലാപരിപാടി ഉണ്ടാവും. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചോണം കേട്ടാ. അവൾക്ക് ജയിക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരാം, സുപ്രീം കോടതി വരെ പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് കളിക്കണം കേട്ടാ. പല നിർദ്ദേശങ്ങളും അണ്ണൻ ചേട്ടൻ ഇവിടെ തരും. 8:30 കൊച്ചുങ്ങൾ ഉറങ്ങാൻ വേണ്ടി അപ്പം പല കഥ പറഞ്ഞു തരും. എന്റെ കോംബോ ഒന്ന് പറഞ്ഞ കോംബോ എനിക്ക് തരാൻ. അത് അവന്റെ അടുത്താ എന്തെങ്കിലും പറയാനില്ലേ? നന്നായിട്ട് ചെയ്യാ. എന്തോന്ന് ഗെയിം ഇത് ട്യൂബിന്റെ മേളിൽ കയറണം. അതിന്റെ ഉള്ളിൽ നിന്ന് കുട്ടപ്പഞ്ചാറിന് വേണ്ട സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിത്താ. ഹലോ. ആ ഇവിടെ 2 കോമഡിക്ക് ഒന്ന് ചിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ഗെയിം ഒന്ന് തുടങ്ങായിരുന്നു. അനിയ ഒന്ന് പോയിട്ടാ, അനിയ അവിടെ ഒന്ന് പോയി. ഉദ്ദേശിച്ചത് ചീറ്റിപ്പോയി. ചേട്ടനെ അനുഗ്രഹിക്കണം. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണം. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും.
ഇങ്ങനെയായിരുന്നു ആദ്യം എൻ്റെ അടുത്തും ചെയ്തത്. പിന്നീട് അവള് കാല് വാരുള്ളൂ. ആദ്യം കാല് തൊട്ട് വീഴും, രണ്ടാം കാല് വരും. ഇപ്പൊ കണ്ടോ, കളി കണ്ടോ? ആ മോളെ ശ്രദ്ധിച്ച് കളിക്കണം കേട്ടോ കേട്ടോ. കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കുപ്പായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അയ്യോ ദേവി അകത്ത് പോയി. സെറ്റ് കൊടുക്ക്. അനു എക്സൈസ് വരുന്നു. രക്ഷപ്പെട്ടോ അനു എക്സൈസ്. ഇവിടെ നിന്നെ പൊക്കും, നിന്റെ അച്ഛനെ പൊക്കും. പെട്ടെന്ന് എടുത്തോ, രക്ഷപ്പെട്ടോ, വലിഞ്ഞോ. ഫോണേട് അയ്യോ പൊളിച്ച് എന്റെ കോട പോയി. എന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. തല ട്യൂബിലിട്. എട് അത്രേ ഉള്ളു, പിന്നെ അല്ല. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റും. നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും. പോനു വീഴാൻ പോനു. ചാടിക്കേറ്. പിന്നെ ആ മറ്റേ ട്യൂബിലിട്ട് ചാട്. തലയറാത്ത് ഈശ്വര, ഞാൻ തോറ്റ് തൊപ്പിയിട്ട് പറഞ്ഞു. ആടി അത് കിടലോടാ. ഒരു പുള്ളിക്ക് ആദ്യം ഒരു നിക്കറല്ലോ തൊപ്പിയാണ്. പറ്റും ആയിഷോ. ഐശു ട്യൂബ് പൊട്ടിക്കരുത്. തലയിട്. അവിടെ ജമ്പ് ചെയ്ത് പോ. ജമ്പ് കയറിക്കോ. തലയിട് അത്ര. ഹലോ ജസീല, അവിടെ 2 കോലം പാടില്ല, 1 കോലം മതി. മാറ്റുവേ, മറ്റേ കോലം മാറ്റുവേ. അനു ചാടനു. അനു അകത്ത് മറ്റേ ട്യൂബിനകത്ത് കയറിക്കോ. അനു കയറകത്ത് വീടോ കയറി ചാട്. അത്ര ഇതാര് രക്ഷ.
അനു ഫൗളാണ്. റാംബോഴി നടന്നു വാ. പോയി റാംബോഴി നടന്നു വാ അനു. ആ തൊപ്പിയും ഈ ചട്ടി മാറ്റിയിട്ട് ടീഷർട്ട് ഇട്ട് കൊടുക്കാൻ പറ്റൂ. പെട്ടെന്ന് ഐശ്വര്യ എവിടെ പോണ്? അയ്യോ അയ്യോ അയ്യോ. അത് വരും കൊള്ളാം. Good, good, Aishu, good. പെട്ടെന്ന് പെട്ടെന്ന്. ഐഷു ഐഷു ഐഷു. അയ്യോ അവിടെ ഐഷു രക്ഷിക്കണടാ. അയ്യോ ഹലോ ഐശ്വര്യ മാഡം ഒന്ന് ഇറങ്ങോ ട്യൂബിന്ന്. Rambik. ഇവള് എന്തൊരു കാണിക്കണ? Ramp. Aishu Rambik good. റാമ്പിക്കണോ? എടി ഷൂസ് ഓർമ്മയുള്ള ഒരു മണി തരാം അരയെ കെട്ടി കൊടുക്കാൻ. ബെല്ലി ഡാൻസ് കാണാം. ഒറ്റ ഷൂ ആയിട്ട് കിട്ടില്ല. അതവിടെ ഇട്. ഒരു കോട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. Come on, Anu. വാശേറിയ മത്സരത്തിൽ വീണ്ടും മനമോളനിക്കുട്ടി. ആ ബിനീഷ്. അനു അത് ചാടിക്കോ. ബിരിയാണി എടുക്കോ. പാപ്പ ചാടിക്കോ. ഈശ്വര തൊപ്പി വീട്. എടി തൊപ്പി വേണ്ട തൊപ്പി വേണ്ട. അത് ചാടിക്കോ. ചാടാതിരാ. ചാടി കയറി എടുത്തോ. തലയാത്ര വിട്ടോ പൊയ്ക്കോ. തെറ്റട ഒന്നൊന്ന് രണ്ട് ഷൂ. ഷൂ. അല്ല ടീമേ കറക്റ്റ് ആണ്. ആ ഷൂ അവിടെ പ്ലേസ് ചെയ്യാം. ഒരു ഷൂ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കൊണ്ടുവന്നടാ ഷൂ. ഞാൻ അത്ര എടുത്തോ. അത് വെക്കൂ. ടീമെ നീ എടുത്ത ഷൂ നിനക്ക് പ്ലേസ് ചെയ്യാം. അയ്യോ ഞങ്ങളുടെ കുട്ടപ്പച്ചേട്ടന്റെ നിക്കറ് കിട്ടി. കൊണ്ടിട്ടോടെ എന്റെ അണ്ണന്. ജമ്പിങ്. അനു ഷോ അത്ര അങ്ങനെയൊന്നല്ലടി. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ല. അടുത്ത് ഐശ്വര്യ ചെല്ല്. ഐശ്വര്യ ജമ്പിങ്. ഷോ ജമ്പിങ്. അത്രേ ഉള്ളൂ. അല്ല പിന്നെ വെരി ഗുഡ്. ഫ്ലോറിന്റെ വലതുവശത്തായി ബിനീഷ് ബാസ്റ്റിന്റെ കോലക്കോമഡി നടക്കുന്നുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. ഫ്ലോറിന്റെ വലതുവശത്തായി ബിനീഷ് ബാസ്റ്റിന്റെ കോലക്കോമഡി. കറക്റ്റ്. ഓക്കേ ഗെയിം ഈസ് ഓവർ. പക്ഷേ ഈ ബസർ ശരിക്കും നേരത്തെ വരേണ്ടതായിരുന്നു. അതായത് ഗെയിം കഴിഞ്ഞ നേരത്തെ ജയിച്ചു കഴിഞ്ഞു. അതെ വെറുതെ റെസ്റ്റ് എടുക്കുന്ന ഒരു ടീമുണ്ട്. മിസ്റ്റർ തങ്കച്ചൻ വിതിര ആൻഡ് അവര് ഫൗള് കളിച്ചു എന്നാണ് എന്റെ ഓവർ കോൺഫിഡൻസ്. ഒരു എന്താണ് പറയാ ഇത് ഇത് രണ്ട് കുട്ടപ്പൻ ചേട്ടന്മാരെ ആദ്യം നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. നോക്കണം. രണ്ട് ടീമും നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് എന്റെ ഐഡിയ എന്റെ തലയാണ്. ലക്ഷ്മി വേറൊരു കാര്യം പ്രവർത്തിച്ച ഗെയിമിലുപരി ഞങ്ങളുടെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഹ്യൂമറായിട്ട് ചെയ്തു. അത് നമ്മൾ പ്രത്യേകം എടുത്ത് ഹ്യൂമർ പ്രേക്ഷകർ ചിരിക്കുമ്പോൾ അപ്പം ഏറ്റവും കൂടുതൽ ക്ലോസ് കിട്ടിയിട്ടുള്ളത് നമുക്കാണ്. കാര്യം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കോമഡി ചെയ്തത്.
അപ്പോൾ ഈ ഗെയിമിൽ ഫസ്റ്റ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ്റെ കുട്ടിക്കുപ്പായം കണ്ടുപിടിച്ച് കൊടുത്തത് നമ്മുടെ തങ്കുവിന്റെ ടീമായിരുന്നു. ഇപ്പൊ ഇത് ജയിച്ചതേ സഞ്ജു സാംസനാണ് ഇപ്പൊ ജയിച്ചേക്കുന്നത്. സഹോദരാ ക്യാപ്റ്റൻ സിമ്പിളേ ക്യാപ്റ്റൻ. ഞാൻ പറയാനായിട്ട് കണ്ടതാ. അയ്യോ ഇത് ഔട്ടായ. അയ്യോ അയ്യേ ഭയങ്കര കോമഡി ഡയലോഗും കിടക്കിടന്ന് കാണിച്ച മേല. തങ്കച്ചാ നീ പണ്ടത്തെ പോലെ പാളം എടുത്തോണ്ടോ? ഇതൊന്നും നിനക്ക് പറ്റിയതാണ്. ഇത് ശീലമില്ലെങ്കിൽ ഉപയോഗിക്കരുത്. ചേട്ടാ അത് ഇപ്പം തുടങ്ങിയല്ല, നേരത്തെ അത് തീർത്തെന്നും പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആ ഇരുത്തേലുണ്ട് ചേട്ടാ. ഇത് പൂനെയിൽ ടയർ കടയിലാ പറിച്ചിട്ട്. ആ ഷർട്ടിന്റെ ഈ സൈഡിൽ എന്താണ്? പോക്കറ്റാണ്. പോക്കറ്റ്. ഇവിടെ അവിടെ സിബുണ്ടോ? ഇല്ല. ആ പുള്ളി സംഭവം ഇതെടുത്ത് കേട്ടോ. ഇതിടാ മറന്നു. അത് കൂട്ടിയിട്ട് ചിലപ്പോ ഇതാന്നും പറഞ്ഞ അതായിരിക്കും ഇട്ടത്. അത് കുഴപ്പമില്ല, എനിക്ക് പറ്റാറുണ്ട്. അപ്പോ ഗെയിമിന്റെ പേര് മാറിപ്പോയല്ലോ. അല്ല ഒരു മിനിറ്റ്. എടാ കുട്ടപ്പച്ചേട്ട സിബിട്ടൊന്നും നോക്കണം. ചെല്ലടാ തക്കച്ച ചെല്ലടാ. എടാ പൈസന് മൂത്ത ഒരാളോടെ നിൽക്കരുത്. ഒന്ന് നോക്കണം ഇത്തിരി. എന്റെ മൈൻഡ് ഇത് ക്യാപ്റ്റൻ ഇടല്ല പിന്നെ എന്നെ കുട്ടപ്പൻ ചേട്ടൻ. ശരി കുത്തലടാ പയ്യ കളിയാക്കാം നമുക്ക്. പോട്ടെ തങ്കു, കുഴപ്പമില്ല. ഞാൻ താരാക്കുന്നില്ല. ഇതൊരു ഫൺ ഷോ അല്ലേ? അത്രേ ഉള്ളൂ. പഞ്ചോ എന്ന് പറഞ്ഞ് അതൊക്കെ ഒരു മനുഷ്യൻ. നീ എന്താണ് പറഞ്ഞത്? ഇതൊക്കെയാണോ ഫണ്ണ്? അതെ, സിബിടാൻ മറന്നൊരാളെ ഞാൻ ആശ്വസിപ്പിച്ചു. അല്ലേ, അത്രേ ഉള്ളൂ. തങ്കച്ചനൊന്നും പ്രശ്നമല്ല. പണ്ടൊക്കെ ബാറിന്റെ ഫ്രണ്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല മോളെ, നമ്മൾ ഒരു ജയിക്കുന്ന തോക്കുന്നൊക്കെ അല്ല. ഒരു വ്യക്തി തോറ്റോട്ടെ ജയിച്ചോട്ടെ, പക്ഷെ സിബിടല്ലോ അത് ഒച്ച പോയി. മര്യാദ വേണ്ടേ? അതൊരു മറന്നുപോയതാണ് ചേട്ടാ. ഈ ഇടന്ന നീ നമ്മളെ ടീമാണ്. സ്വന്തം ടീമായിട്ടുള്ള തോന്നിയാസം കാണിച്ചേച്ച്. ശരി, ഈ സ്റ്റാർ മാജിക്കിൽ ഏത് സെലിബ്രിറ്റീസ് വരുമ്പോഴും ഏറ്റവും വൈറലാവുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതായാലും മൂവിംഗ് ഓൺ ടു ദ സെഗ്മെന്റ് ആൻഡ് ഇത് ജഗ പൊക. ഇഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ ചെവിയിൽ റാപ്പ് സോങ്സ് ആയിരിക്കും പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കാം. ഡയനയ്ക്ക് ഇവിടെ ലൈക്ക് ഒരു സെന്റൻസ് ആയിരിക്കാം, സിനിമ പേരായിരിക്കാം, വാട്ട് എവർ. ഇത് നമ്മൾ ഡയന പതുക്കെ ഇത് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ചെവി കേൾക്കില്ല. നിങ്ങൾ എന്താണോ മനസ്സിലാവുന്നത് അത് തൊട്ടപ്പുറത്ത് പാസിംഗ് ദ പാസിൽ പോലെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗൈസ് റെഡി? അയ്യോ, അവർക്ക് കേൾക്കില്ലല്ലോ. അതെനിക്കറിയായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ ചോദിച്ചല്ലോ. അപ്പോൾ ഇത് ചിലപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ സിനിമയാവാം, പാട്ടാവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. സോ ഡൈന, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ചേട്ടാ, സുമ ചേട്ടാ പറയട്ടെ. തല്ലാൻ നിൽക്കണ പോലെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്. സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. പാട്ടല്ലേ സിസിലിക്കുട്ടിയുടെ ആട്ട്. സിസിലിക്കുട്ടിയുടെ തേപ്പപ്പെട്ടി ആട്ടുംകുട്ടി സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലേ? സിസിലിക്കുട്ടിയുടെ തേപ്പപ്പെട്ടി ആട്ടുംകുട്ടി തീറ്റ. പാട്ട് സിസിലിക്കുട്ടിയുടെ തേപ്പപ്പെട്ടിയുടെ ആട്ടുംകുട്ടി. എന്താണ് നിങ്ങൾ ഈ കുണു എന്ന് പറയുന്നത്? സിസിലിക്കുട്ടിയുടെ തേപ്പപ്പെട്ടിയുടെ ആട്ടുംകുട്ടി. ശബ്ദ സാന്നിധ്യം കൊണ്ട്. സിസിലിക്കുട്ടിയുടെ തേപ്പപ്പെട്ടി ആട്ടുംകുട്ടി. ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം. ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം. ചപ്പാത്തി. ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ചപ്പാത്തിയും കൊണ്ട് ബീഫും കൂട്ടി കഴിച്ചാൽ ചെറിയ സാധനം നമുക്ക് ഉണ്ടാക്കാം.
ചപ്പാത്തിയും ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. ആ നത്തോലി ചെറിയ മീനല്ല. ഉണ്ടാക്കാം. ലാസ്റ്റ് ഉണ്ടാക്കാം. ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാം. ഗുഡ്. ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാം. ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാം. ഓക്കെ. ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം. അതാണ് ചപ്പാത്തി. എന്താണ്? ശബ്ദ സാന്നിധ്യം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം. ഇനി പറയൂ. സിസിലി കുട്ടിയുടെ തേപ്പ് വെട്ടിയുടെ ആട്ടംകുട്ടി. തങ്കുവിന്റെ പാട്ടാണ്. ഞാൻ തങ്കൂന്ന് പറഞ്ഞു. ശരി, എന്താ പറഞ്ഞേ? തേപ്പ് പെട്ടിയുടെ മുറുക്കാൻ പെട്ടി, ആട്ടുംകുട്ടി. ദയവായി പറയൂ, ശ്രദ്ധിച്ച് കേൾക്കണം. സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലേ? ഇനി ചേട്ടന് റെസ്റ്റ് എടുക്കണം. തങ്കു ഇറങ്ങൂ. അവൻ ഇത് വെക്കാതെ തന്നെ ചെവി കേട്ടൂടെ, ഇതുകൂടെ വെച്ച ഒന്നും ശരി, കേൾക്കൂല. തങ്കു ഫസ്റ്റ്. നമ്മളപ്പം സെക്കൻഡ് കൊടുക്കാൻ പോകുന്നത് ചേട്ടാ. അവിടുന്ന് ഞാനെടുത്ത് ഒളിപ്പിച്ചില്ലേ, പിന്നെ അവിടെ കാണില്ലല്ലോ. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഒന്നൂടാ. അവിടുന്ന് ഞാനെടുത്ത് ഒളിപ്പിച്ചില്ലേ, പിന്നെ അവിടെ കാണില്ലല്ലോ. എന്നെ തോപ്പിക്കാൻ ആ അവിടുന്ന് ഞാനെടുത്ത് ഒളിപ്പിച്ചില്ലേ, എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ അവിടെ കാണില്ലല്ലോ. എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ അവിടെ കാണില്ലല്ലോ. പിന്നെ അവിടെ വേണ്ട. എന്നെ തോപ്പിക്കാൻ പറ്റില്ല. എടാ, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? രണ്ടെണ്ണം. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എടാ പൊട്ട, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പൊട്ടാന്നല്ലേ വിളിച്ചപ്പേ? പൊട്ട, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വേണ്ട. എടാ എറിയും. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വേണ്ട. പിന്നെ അവനെ വേണ്ട. പിന്നെ അവിടെ വേണ്ട. പിന്നെ അവിടെ വേണ്ട. കിഴക്കത്തോപ്പിലെ അമ്മച്ചിയുടെ എന്റെ അപ്പൂപ്പൻ. നിന്നെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വേണ്ട. കിഴക്കത്തോപ്പിലെ അമ്മച്ചിയുടെ പിന്നെ അവനെ വേണ്ട. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വേണ്ട. കിഴക്കത്തോപ്പിലെ അമ്മച്ചിയുടെ മകന് പിന്നെ വേണ്ട. കിഴക്കത്തോപ്പിലെ അമ്മച്ചിയുടെ മകന് പിന്നെ വേണ്ട. കിഴക്കേത്തോട്ടിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട. ഒന്നുകൂടി പിന്നെ എടാവേ, കിഴക്കത്തോപ്പിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട. കിഴക്കേത്തോപ്പിലെ അമ്മച്ചിയുടെ കപ്പ കക്കരുത്. ഇതിലെ സമ്മാനം ഇവര് കൊണ്ടുപോട്ടോ. കിഴക്കേത്തോപ്പിലെ അമ്മച്ചിയുടെ കപ്പ കക്കരുത്. ഓക്കെ, ഇനി പറയൂ. കിഴക്കത്തോപ്പിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട. എന്താ പറഞ്ഞേ? കിഴക്കത്തോപ്പിലെ അമ്മച്ചിയുടെ മകനെ പിന്നെ വേണ്ട. വേണോ തങ്കു? വേണോന്ന് പറയൂ. പറയൂ. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വേണ്ട. ശരിക്കുള്ള തോപ്പ് ഏതാ? അവിടുന്ന് ഞാനെടുത്ത് ഒളിപ്പിച്ചില്ലേ, പിന്നെ അവിടെ കാണില്ലല്ലോ. ഏതാണ്ട് അത് ആ റൂട്ടിലൊക്കെ വന്നില്ലേ? ചേട്ടാ, ഇതിനേക്കാളും അടിപൊളി കാക്കക്കുമില്ല ഒരു നിൽക്കുന്നതായിരുന്നു. എത്രയൊക്കെ കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഡയലോഗ് പോലും കറക്റ്റ് അവർക്ക് പിടിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇവിടെയും പോയിന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് താങ്ക് യു സോ മച്ച് ചേട്ടാ, ക്ഷമിച്ചിരുന്നതിലും താങ്ക് യു. ശരി, അങ്ങനെയാണെങ്കിൽ തങ്കു വീണ്ടും ഒരു അവസരം ചോദിച്ചത് കൊണ്ട് തന്നെ അഭിമാന പ്രശ്നമാണല്ലേ? അഭിമാന പ്രശ്നം. എനിക്കത് അഭിമാന പ്രശ്നം എനിക്കത് കറക്റ്റ് പറഞ്ഞ അല്ല തങ്കു, അത് മാത്രം പോരാ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം കറക്റ്റ് സാധനം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും പറയും. ശരി, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ജിഷേട്ടാ, ഗെറ്റ് റെഡി. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പുര നിറഞ്ഞു നിൽക്കുന്ന അമ്മ, കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന 3 പെങ്ങന്മാർ. സിമ്പിൾ. ഒന്നുകൂടെ. പുര നിറഞ്ഞു നിൽക്കുന്ന അമ്മ, കുട്ടം പട്ടി. പുര നിറഞ്ഞു നിൽക്കുന്ന അമ്മ, കുട്ടം പട്ടി കിണറ്റി ചാടി. ഓക്കെ, അടുത്തത്. കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന 3 പെങ്ങന്മാർ. നമ്മുടെ പട്ടി കണ്ടു കൂടെ ചാടി. പുര നിറഞ്ഞു നിൽക്കുന്ന അമ്മ, കുട്ടം പട്ടി കിണറ്റി ചാടി. പുര നിറഞ്ഞു നിൽക്കുന്ന അമ്മ,
അത് കണ്ട് നമ്മുടെ പട്ടി കൂടെ ചാടി. ശരിക്കും പറയണത് കറക്റ്റ് ആണ്. ഓക്കെ. ആ കുട്ടം പട്ടി കിണറ്റി ചാടി. അത് കണ്ട് നമ്മുടെ പട്ടി കൂടെ ചാടി. കുഞ്ഞമ്മ കുട്ടം പട്ടി കിണറ്റി ചാടി. കുഞ്ഞമ്മ ചട്ടിയിൽ ചാടി. അത് കണ്ട് നമ്മുടെ പട്ടി കൂടെ ചാടി. കുഞ്ഞമ്മ ചട്ടിയിൽ ചാടി കൂടെ. അത് കണ്ട് നമ്മുടെ പട്ടി കൂടെ ചാടി. അത് കണ്ട് മകൻ കൂടെ ചാടി. ഇറ്റ്സ് ഗുഡ്. ഇത് കറക്റ്റ് ആണ്. കറക്റ്റ് പറയണം. കുഞ്ഞമ്മ പട്ടിയെ കണ്ട് ചാടി. അത് കണ്ട് മകൻ ചാടി. താനെന്ത് തേങ്ങയാണോ പറയണത്? കുഞ്ഞമ്മ പട്ടിയെ കണ്ട് ചാടി. അത് കണ്ട് മകൻ ചാടി. ഒന്നാം പാപ്പാന്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മ പട്ടിയെ കണ്ട് ചാടി. അത് കണ്ട് മകനും ചാടി. ഒന്നിന് പോകാൻ സമയത്ത് രണ്ടിന് പോകരുത്. കുഞ്ഞമ്മ സ്റ്റോപ്പ്. ഓക്കെ, പറഞ്ഞോളൂ. ഒന്നിന് പോണ സമയത്ത് രണ്ടിന് പോകരുത്. ഒന്നിന് ഇതൊക്കെ സെൽഫ് കൺട്രോളിൽ പറ്റും. എന്തെല്ലാം സാധനം പറഞ്ഞതാ തങ്കു. തകർത്ത് പുള്ളി. പറയൂ, തകർത്ത ചേട്ടൻ പറയൂ. കുഞ്ഞമ്മ പട്ടിയെ കണ്ട് ചാടി. അത് കണ്ട് മകനും ചാടി. എന്താണിത്? ഒരാള് തകർത്ത് നിൽക്കുമ്പോ ഇങ്ങനെ തകർക്കാൻ പാടുണ്ടോ? ഒന്ന് തകർത്തു. കുട്ടം പട്ടി കിണറ്റി ചാടി. അത് കണ്ട് നമ്മുടെ പട്ടി കൂടെ ചാടി. കുട്ടം പട്ടിയാണ് കുഞ്ഞമ്മേക്കിയത്. ശരി, പക്ഷേ കൺഗ്രാറ്റുലേഷൻസ് ടു തങ്കു. ഹാർഡ് വർക്ക് ശരിക്കും ഒരു പേസ് ഓഫ് നമ്മൾ പറയില്ലേ, ശരിക്കും ഇവിടെ പെയ്ഡായി അല്ലേ? യെസ്. പുര നിറഞ്ഞു നിൽക്കുന്ന അമ്മ, കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന 3 പെങ്ങന്മാർ. സോ ആതിര, ഗെറ്റ് റെഡി. ആതിരയ്ക്കുള്ള ചാലഞ്ച്. യെസ്, സൂപ്പർ. റെഡി. ഈ ഉണ്ടക്കണ്ണ് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാ. ഇന്നു മുതൽ ഞായറാഴ്ചകളിൽ ഈ ഉണ്ടക്കണ്ണ് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാ. ഇന്നു മുതൽ നാളെ മുതൽ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇന്നു മുതൽ നാളെ മുതൽ സംപ്രേഷണം ആരംഭിക്കുന്നു. ചന്തയിൽ ഇന്നു മുതൽ നാളെ മുതൽ സംപ്രേഷണം ആരംഭിക്കുന്നു. ചന്തയിൽ കുഞ്ഞമ്മ. നാളെ മുതൽ സംപ്രേഷണം ആരംഭിക്കുന്നു. ചന്തയിൽ കുഞ്ഞമ്മ കുടം മാറ്റാൻ പോയി. അതെ. ചന്തയിൽ ചന്തിക്കോ? ചന്തയിൽ ചന്തിക്ക് കുഞ്ഞമ്മ. ചന്തയിൽ കുരുണ്ടോ? കുഞ്ഞമ്മ കുടം മാറ്റാൻ പോയി. ചന്തി. ചന്തയിൽ ചന്തയിൽ ചന്ദ്രൻ. ആ കുഞ്ഞമ്മ കുടം മാറ്റാൻ പോയി. കുടം പൊട്ടി. ചന്തയിൽ സന്ധ്യക്ക് സന്ധ്യക്ക് കുഞ്ഞമ്മയുടെ കുടം പൊട്ടി. യെസ്, പറയൂ. സന്ധ്യക്ക് കുഞ്ഞമ്മയുടെ കുടം പൊട്ടി. സന്ധ്യക്ക് കുഞ്ഞമ്മയുടെ കുടം പൊട്ടി. ചന്തയിൽ കുഞ്ഞമ്മ കുടം മാറ്റാൻ പോയി. ഇവൻ ഇങ്ങനെ കാണിച്ചെന്തിന്? ഇന്നു മുതൽ നാളെ മുതൽ സംപ്രേഷണം ആരംഭിക്കുന്നു. അധികം ചിരിക്കണ്ട. കേക്കൂ. ഈ ഉണ്ടക്കണ്ണ് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാ. ഒരു ബന്ധമില്ല ഈശ്വര, എങ്ങനെയെങ്കിലും സാധിക്കണം. ഓക്കെ, എന്തായാലും ഇവരുടെ പോയിന്റ് ആണ്. മുട്ട പോയിന്റ് ഒന്നുമില്ല. കുടം കറക്റ്റ് ആയിരുന്നു. കുഞ്ഞമ്മയുടെ കുടം. കുഞ്ഞമ്മോനെ അടുത്ത ടാസ്ക് കൊടുക്കാൻ പോകുന്ന ഐഷു ആണ് കേട്ടോ. ഐഷു റെഡി? റെഡി, സ്റ്റാർട്ട്. ഉണ്ട അയാൾ സാമിയേട്ടനല്ല, ആ സാമിയേട്ടനാ. ഉണ്ട അയാൾ സാമിയേട്ടനല്ല, ആ സാമിയേട്ടനാ. ഉണ്ടാക്കാൻ സാമ്പാറിനേക്കാൾ നല്ലത് അച്ചാറാണ്. അനു, കറക്റ്റ് ആണ്. ശരിയാക്കി പറയണം. ഇത് കറക്റ്റാ. ഇത് സൂപ്പർ സൂപ്പർ. ഉണ്ടാക്കാൻ സാമ്പാറിനേക്കാൾ നല്ലത് അച്ചാറാണ്. ഉണ്ടാക്കാൻ സാമ്പാറിനേക്കാൾ നല്ലത് അച്ചാറാണ്. ഒരു രാജ്യത്ത് ഒരു രാജാവ് സ്രാവിനെ പിടിച്ചു. ഒരു രാജ്യത്ത് ഒരു രാജാവ് സ്രാവിനെ പിടിച്ചു. ഒരു രാജ്യത്തെ ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് ഒരു രാജ്യം ഒരു രാജ്യത്ത് ഒരു രാജാവ് സ്രാവിനെ പിടിച്ചു. ഓക്കെ, പറയൂ. നിന്നെ ഞാൻ ഒരു 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 ഒരു
ഒരു കൊക്ക് 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 ഒരു കൊക്ക് രാജ്യത്ത് കൊക്ക് ഒരു രാജ്യത്ത് ഒരു രാജാവ് സ്രാവിനെ പിടിച്ചു. കൊക്കിനെ കറി വെക്കാൻ പിടിച്ചു. ഇതിലെനിക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. സത്യമായിട്ട് ഇവരുടെ ഹാർഡ് വർക്ക് ഇപ്പോഴാണ് ഫൈനൽ റിസൾട്ടിലേക്ക് വന്ന് ക്രെഡിറ്റ് ആറ്റതും തുടങ്ങി ഇവിടെയാണ് കേട്ടോ കൊടുക്കണ്ടേ. കംപ്ലീറ്റ് ചെയ്തില്ലേ? പറയും. കൊക്കിനെ കറി വെക്കാൻ പിടിച്ചു. ഒരു രാജ്യത്ത് ഒരു രാജാവ് സ്രാവിനെ പിടിച്ചു. ഏത് രാജാവ്? പറഞ്ഞെന്തുവാ? ഉണ്ടാക്കാൻ സാമ്പാറിനേക്കാൾ നല്ലത് അച്ചാറാണ്. ഉണ്ടാക്കാൻ. അപ്പൊ അപ്പൊ ഉണ്ടാക്കാൻ. ഉണ്ടാക്കാൻ ഒരു രാജാവ് ഉണ്ടാക്കാൻ സാമ്പാർ എന്ന് പറയുമ്പോ രാജാവാണ്. സാമ്പാർ എനിക്ക് മനസ്സിലാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് കേൾക്കണം. അതാണ് അതിന്റെ ഒരു ന്യായം. എനിക്കറിയാം. അയാൾ സാമിയേട്ടനല്ല, ആ സാമിയേട്ടനാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദേവിക്കുട്ടി, ഞങ്ങള് 12th ഫുൾ A+ മേടിച്ച ആളാട്ടോ. നന്നായിട്ട് വായിക്കാൻ അറിയാം. ശ്രദ്ധിച്ച് പറയണം. കുണ്ടന്നൂരിലെ കുൽസിത ലഹള. കുണ്ടന്നൂരിലെ കുൽസിത ലഹള. കുണ്ടന്നൂരിലെ കുൽസിത ലഹള. ഒരു സ്ഥലത്ത് കുണ്ടന്നൂരിലെ കുൽസിത ലഹള. കുണ്ടന്നൂരിലെ കുൽസിത ലഹള. കുമാരേട്ടന്റെ ചായക്കട. ഓക്കെ 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 ഓക്കെ. കുമാരേട്ടന്റെ ചായക്കട. കുമാരേട്ടന്റെ ചായക്കട. പാപ്പ. പാപ്പ. പായ പായല പാല പാല പാല. കുമാരേട്ടന്റെ ചായക്കട. കുമാരി കുമാരി. കുമാരേട്ടന്റെ ചായക്കട. കുമാരി നീ അല്ലടി. കുമാരി നീ അല്ലടി. കുമാരി കുമാരി. ഒരു പാട്ട്. കുമാറല്ല, കുമാരി കുമാരി. ഒരു പാത്രത്തിൽ കുമാരി കുമാരി കുമാരി. ഒരു പാട്ട്. കുമാരി. ഒരു പാട്ട്. പാട്ട്. നീ അല്ലടി. ഒരു പാട്ട്. നീ അല്ലടി. ഒരു പാട്ട് നിനക്ക് വേണ്ടി. കുമാരി നീ അല്ലടി. ഒരു പാട്ട് നിനക്ക് വേണ്ടി. ഒരു എന്തായാലും പറഞ്ഞു ഒരു പാട്ട് നിനക്ക് വേണ്ടി എന്ന്. കുമാരി നീ അല്ലടി. പറയൂ. കുമാരി നീ അല്ലടി. കുമാരന്റെ ചായക്കട. കുമാരേട്ടന്റെ ചായക്കട. കുമാരി നീ അല്ലടി. ഒരു പാട്ട്. ഒരു പാട്ട് നിനക്ക് വേണ്ടി. പറയൂ ശരിക്കുള്ളത്. കോൺസെൻട്രേഷൻ പ്ലീസ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. കുണ്ടന്നൂരിലെ കുൽസിത ലഹള. അത് കിട്ടാത്ത ഭാഗ്യം. ഹലോ, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പിടിക്കാൻ പറ്റുന്ന സാധനമല്ല, ഭയങ്കര കട്ടിയുള്ള സാധനം. ഓക്കെ, താങ്ക് യു. ആർക്കും പോയിന്റ് ഇല്ല. ഇപ്പോ ജഗദീഷ് ചേട്ടന്റെ ഈ ഒരു സാന്നിധ്യത്തില് ജഗദീഷ് ചേട്ടൻ ഇന്ന് കാലത്ത് വന്നപ്പോ മുതല് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു വിങ്ങലുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു വ്യക്തി ശരിക്കും ഈ ഫ്ലോറിലുണ്ട്. ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ ഇപ്പോൾ 11 മാസമായി. ജഗദീഷ് ചേട്ടനെ കഴിഞ്ഞൊരു 6 വർഷം നമ്മൾ ഒരുപാട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടില്ല. അന്ന് നമുക്ക് ജഗദീഷ് ചേട്ടൻ്റെ മുന്നിൽ സുധിച്ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് കാണിച്ചു തരണമെന്ന് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുധിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയിട്ട് കൃത്യം 11 മാസമായിരിക്കുകയാണ്. അടുത്ത ജൂൺ 5-ാം തീയതി 1 വർഷം പെട്ടെന്ന് പോവാണ്. അപ്പോൾ സുധിച്ചേട്ടൻ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ജഗദീഷ് ചേട്ടൻ്റെ മുന്നിലേക്ക് സുധിച്ചേട്ടൻ്റെ കുടുംബത്തെ നമ്മൾ കൊണ്ടുവരികയാണ്. ആദ്യം സുധിച്ചേട്ടൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ ഒന്ന് പോവാണ്. ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ടീം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാരണം ജഗദീഷ് ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലോറിൽ അത്രയധികം തവണ നമ്മളെപ്പോഴും തമാശയിലൂടെ വരെ പറയാറുണ്ട്, റെക്കോർഡ് അടിച്ചു വിട്ടോ ചേട്ടാ. അത്രയധികം ഏറ്റവും മിമിക്രി ആർട്ടിസ്റ്റുകളിൽ വെച്ചിട്ട് അത്ര നന്നായിട്ട് ജഗദീഷ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു നമ്മുടെ സുധിച്ചേട്ടൻ. നമുക്ക് ആദ്യം സുധിച്ചേട്ടന്റെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. My name is Sudhir. സമർപ്പണമുള്ള ആദ്യത്തെ കാലെടുത്ത് വെക്കണം നമ്മുടെ സുധിച്ചേട്ടനാണ്. അന്ന് നമ്മുടെ തുടങ്ങിയ ഐശ്വര്യാണ്. ഈ മൊത്തത്തില് ഇഷ്ടമുള്ള ഒരാളെ പറയണം. ചേട്ടൻ എനിക്ക് ഭർത്താവ് മാത്രമല്ല, എനിക്ക് എല്ലാമാണ്. കൂട്ടുകാരനാണ്. ഞാൻ സുധീരനും മിന്നന്താരം എന്ന ഷോ
തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുന്ന സമയത്ത് എൻ്റെ സുധീറിൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ബസ്സൂലിക്ക് പൈസ ഇല്ലായിരുന്നു. പഴയ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ ആ മകനെ വണ്ടിയുടെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സുധീറിനെ ടയറിൻ്റെ മേളിൽ ഇങ്ങനെ ആടിയാണ് ഞങ്ങൾ എറണാകുളത്ത് പോകുന്നത്. സീരിയസ്ലി നടന്ന സംഭവം. ഒരുപാട് വേദികളിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ കുഞ്ഞിനെ കടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ആ സ്കിറ്റ് കളിക്കുമ്പോഴേ എനിക്ക് പേടിയാണ്, കുഞ്ഞെണ്ണിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു. I love you, Star Magic. And I love our teammates. I love my fans. And I love your audience. ചേട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ വേദിയിൽ. തീർച്ചയായിട്ടും എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ സുധിക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത്. കാരണം 7 വർഷമായിട്ട് അതിൽ അവസാനത്തെ ഒരു 11 മാസമാണ് ഇല്ലാതെയുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ ഈ ഫ്ലോറിൽ സുധിയുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു കലാകാരനാണ്. ആ കലാകാരൻ നമ്മളെ വിട്ടു പോയ ശേഷവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വീണ്ടും ആ ഓർമ്മകൾ ഓടിയെത്തുന്നു. പക്ഷേ ജീവിതം ഇങ്ങനെയാണ്, നമുക്ക് വേണ്ടപ്പെട്ടവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുക എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. അതിൽ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സുധി എന്ന കലാകാരനെ ഫ്ലവേഴ്സ് ടീം ഒരിക്കലും മറക്കുന്നില്ല. ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഫ്ലവേഴ്സ് കുടുംബം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന ആ സ്നേഹവായ്പിന് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു എൻ്റെ ടീമിനെ. അത് ഞാൻ ശ്രീകണ്ഠൻ നായരുടെ പ്രോഗ്രാംസ് കാണുമ്പോൾ, ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള പല പ്രോഗ്രാമുകളും കാണുമ്പോൾ സുധിയെക്കുറിച്ചുള്ള റെഫറൻസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കലാകാരൻ അന്ന് അവതരിപ്പിച്ചു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് അത് ഓർക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലല്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു അനുസ്മരണം നടത്താറുണ്ട്. അത് വളരെ സിൻസിയറായിട്ടുള്ള, വളരെ ആത്മാർത്ഥമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള സുധിയോടുള്ള ആ ഒരു സ്നേഹം, വാത്സല്യവും ഒക്കെ തന്നെ നേടിച്ച് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഫ്ലവേഴ്സ് ഫാമിലിയുടെ ഈ പ്രോഗ്രാമിൽ വരണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ കൈകാര്യം ചെയ്യുന്ന വേഷങ്ങൾ അനുസരിച്ചുള്ള ഒരു ഇമേജ് അല്ല ഞാൻ ഇന്നിവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത്. ചിലരെങ്കിലും ചോദിക്കാം, ഇത്തരം പ്രോഗ്രാം വളരെ സീരിയസ് ആയിട്ടല്ലേ റോൾസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും ഇതേപോലുള്ള കോമഡി പ്രോഗ്രാമിൽ വരണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ട്. എന്നെ ഇന്ന് ഞാനാക്കിയത് കോമഡി തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ജഗദീഷിനെ ജഗദീഷാക്കിയതിൽ കോമഡി ഷോസിന്, കോമഡി ഫ്ലോഴ്സിന്, ടി വിക്ക് തന്നെ വലിയ റോളുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ഈ വേദിയിലൊക്കെ തന്നെ ഇനിയും എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് സന്തോഷം ചേട്ടാ. ഏതായാലും ചേട്ടൻ വന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഈ ഒരു നിമിഷത്തിൽ ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ ശരിക്കും ഈ ഒരു വേദി കംപ്ലീറ്റ് ആവണമെങ്കിൽ സുധിച്ചേട്ടൻ വേണമായിരുന്നു. പക്ഷേ സുധിച്ചേട്ടൻ്റെ അഭാവത്തിൽ സുധിച്ചേട്ടൻ്റെ മറുപാതികളെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുധിച്ചേട്ടൻ്റെ മക്കളെയും സുധിച്ചേട്ടൻ്റെ ഭാര്യയും. സുധിച്ചേട്ടൻ കണ്ട് സന്തോഷിക്കും. സോ ഒരു വലിയ കൈഡിയോട് കൂടിയിട്ട് സുധിച്ചേട്ടൻ്റെ ഭാര്യയും മക്കളെയും നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ഋതുൽ, ഇത് കിച്ചു, ഇത് രേണു, സുചേട്ടൻ്റെ വാവക്കുട്ടൻ. ഇത് എവിടെയാ നിൽക്കണേ? ഹലോ പറയൂ എല്ലാവർക്കും. ഹലോ.
ഞാൻ ഋതുല, ഋതപ്പന പറയൂ. എല്ലാവർക്കും സുഖാണോ? എല്ലാരും സുഖമാണോ? ആ, എന്തൊക്കെയാ വിശേഷം? ആ, പാപ്പം കഴിച്ചു. ഇതെവിടെയാ വന്ന് നിക്കണേ കുട്ടി? സ്റ്റാർ മാജിക്കലാ? ആരുടെ സ്റ്റാർ മാജിക്കലാ? സുധീരെ. ഒരുപാട് ആഗ്രഹങ്ങള് സുചേട്ടൻ ബാക്കി വെച്ചിട്ടുണ്ട്. ജഗദീഷേട്ടൻ എന്താ പറയാനുള്ളേ? ഉഗ്രൻ കലാകാരനാണ് കേട്ടോ ഇപ്പോഴേ, അല്ലേ? പാട്ടൊക്കെ പാടില്ലേ കുട്ടി? എന്നാ ഒരു പാട്ട് പാടി. ഏത് പാട്ടാ? അമ്മ ചന്ദ്രികയിൽ അലിയുന്നു. കുട്ടിക്ക് അറിയാലോ പാട്ട്? പോരട്ടെ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം കണ്ടു ജീവരാഗം ലീലുവലിയലിയുന്നു ദാഗമേഘം നിഞ്ചടിയലിയം ജീവരാഗം. ഇതെല്ലാം സുധിച്ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്ത കേട്ടോ. ഒരുപാട് പാട്ടുകളുണ്ട്. പണ്ടത്തെ പാട്ടുകളായിരുന്നു സുധിച്ചേട്ടന് ഇഷ്ടം. അതൊക്കെ ഇവിടെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലേ രേണു? കുറേ നാളുകൾക്ക് ശേഷമാണ് രേണുവും കിച്ചുവും മിടുക്കനായി വലിയ കുട്ടിയായി. കിച്ചു ഋതപ്പനും വലിയ മോനായി തുടങ്ങി മിടുക്കനായിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരിക്കും. ഫ്ലവേഴ്സ് അങ്ങനെ ഇവരുടെ വീട് കാര്യങ്ങളെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തൊക്കെയാ ചെയ്യണേ കഴിഞ്ഞ ഈ ഒരു 11 മാസക്കാലമായിട്ട്? സുചേട്ടൻ്റെ സ്റ്റാർ മാജിക്കിലേക്ക് വീണ്ടും എല്ലാവരും കാണാൻ വിളിച്ചത് ഒരുപാട് സന്തോഷം. മിസ് ചെയ്യുന്നുണ്ട് സുചേട്ടൻ ഒത്തിരി. പക്ഷേ എനിക്കങ്ങനെ മിസ് ചെയ്യാൻ പറ്റണില്ല, മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ എപ്പോഴും ഉള്ള പോലെയാണ്. അനുഭവം ഉള്ളവർക്കറിയാം, നമ്മുടെ കൂടെ എപ്പോഴും കൂടെ ഉള്ള പോലെ തന്നെ തോന്നുന്നു. രേണു എപ്പോഴും മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗൾഫ് ഷോന് സുധിച്ചേട്ടൻ പോയിരിക്കുകയാണ്. അതെ അതെ, അത്രേ ഉള്ളൂ. അത്ര എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഏട്ടാ എപ്പോഴും ഉള്ള പോലെ ഇവിടെയൊക്കെ. കിച്ചു, പഠിപ്പൊക്കെ എങ്ങനെ പോണു? നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പഠിക്കുന്നുണ്ടോ? എന്തൊക്കെയാ വിശേഷങ്ങള്? കോഴ്സൊക്കെ എങ്ങനെ പോണു? എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇന്ന് ജഗദീഷ് ചേട്ടനും കൂടെ ഈ ഒരു വേദിയിൽ വന്നപ്പം സുധിച്ചേട്ടൻ്റെ ആ ഒരു പ്രസൻസ് നമ്മളിതാ ഇവരിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ എന്തായി? ഒരുപാട് പ്രേക്ഷകർ ഈവൻ ഞങ്ങളെ വരെ കാണുമ്പോൾ, പുറത്ത് വെച്ച് കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഫാമിലിയുടെ വീട് പണി എന്തായി. അപ്പം അത് നമ്മൾ പറയുന്നതിനേക്കാൾ ഇവർ തന്നെ നേരിട്ട് നിങ്ങളോട് പറയുമായിരിക്കും നല്ലത്. വീട് പണി ഓൾമോസ്റ്റ് കഴിയാറായി. നന്നായിട്ട് തന്നെ നടക്കുന്നു പണി. ഓണം ആകുമ്പോൾ എനിക്ക് തോന്നുന്ന കയർത്താമസമൊക്കെ ആവുന്ന അവർ പറഞ്ഞേക്കുന്ന അറിയിച്ചേക്കുന്നത്. സുചേട്ടൻ്റെ വീട്, ഞങ്ങളുടെ വീടല്ല, സുചേട്ടൻ്റെ വീട്. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയോ? രേണു ഇപ്പം എന്താ ചെയ്യണേ? ഞാനിപ്പോൾ പഠിത്തം കഴിഞ്ഞായിരുന്നു, DCA പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞായിരുന്നു. ജോലിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി. ഭാവിയിലെ ആനിമേറ്റർ ഇവിടെ ഉണ്ട്. ആനിമേഷനാണ് നമ്മുടെ കിച്ചുവിൻ്റെ സ്വപ്നം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരട്ടെ. ഋതപ്പൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താ? അവൻ്റെ കുറുമ്പ് കൂടിയോ കുറഞ്ഞോ? കൂടി. ഒരു 2 വാക്ക് എന്താ പറയാനുള്ളേ? സുഖാണോ എല്ലാവർക്കും? സുഖാണ്. ഞങ്ങൾക്ക് സുഖാണ്. കുട്ടിച്ചു സുഖാണോ? സ്കൂളിൽ പോരുണ്ടോ? കുറുമ്പ് എണിക്കാറുണ്ടോ? കുറുമ്പ് എണിക്കാൻ പാടില്ല. കുറുമ്പ് എണിക്കാറുണ്ടോ? വെരി ഗുഡ് ബോയ്. അപ്പോൾ സുധിച്ചേട്ടൻ്റെ ആ ഒരു ടാലൻ്റ് എല്ലാം അപ്പാടെ ഇവനിലും ഉണ്ട്. കിച്ചു ആണെങ്കിൽ ആനിമേഷനാണ് ഇനി ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മളും ഇവരോടൊപ്പം തന്നെ ഉണ്ട്. സോ ജഗദീഷ് ചേട്ടാ എന്താ പറയാനുള്ളത്? അല്ല, ഈ പറയുന്ന പോലെ എല്ലാ ശക്തിയും ഈശ്വരൻ നൽകട്ടെ. ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ജഗദീഷ് ചേട്ടനെ പറ്റി ഒരുപാട് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവല്ലോ. എന്തൊക്കെയാ ഓർമ്മ വരണേ? കാരണം സുധിച്ചേട്ടൻ്റെ ഒരു വേദിയിൽ ജഗദീഷ് ചേട്ടൻ്റെ പെർഫോമൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടൻ സുധിച്ചേട്ടനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഷൈൻ അരച്ച് കലക്കി കുടിച്ചിരിക്കുക.
നമ്മളിപ്പോ ഇതിപ്പോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ കൂടെ അപ്പൊ ഇത് ചെയ്യുമ്പോഴും ഞങ്ങൾ ജയശേട്ടാ ചെയ്യടാ വേണ്ടടാ ജയശേട്ടാ ഇനി എന്നെ കാണുമ്പോൾ വല്ല പറയണം. അല്ല ഇതിന്റെ എപ്പോഴും നമ്മളടുത്ത് എന്താ എപ്പോഴും പറയാറ്? ജഗദീഷ് ചേട്ടനെ ആണ് ഫിഗർ ചെയ്യാറ് ഏട്ടൻ. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ജഗദീഷ് ചേട്ടൻ ഫാനായിരുന്നു ഞാൻ കുഞ്ഞിലെ. ജഗദീഷ് ചേട്ടൻ അറിയോന്ന് അറിയില്ല. ലൈക്ക് രേണു ഒരു പ്രോഗ്രാം ഞാൻ കേട്ടിട്ടുണ്ട്. അത് രേണു പറഞ്ഞത് എനിക്കറിയാം. കൊക്കുമ്പ് ചിറക് സുചേട്ടൻ്റെ അതിങ്ങനെ അഭിനയിച്ച് അങ്ങനെ കണ്ടപ്പോഴാണ് സുചേട്ടനെ. അപ്പൊ ജഗദീഷ് ചേട്ടന് ഇവരുടെ ലൈഫിൽ വലിയ റോളുണ്ട് എനിക്ക്. അങ്ങനെയാണ് എനിക്കറിയാം സുചേട്ടൻ്റെ അടുത്തുള്ള ഇഷ്ടമൊക്കെ ആയത്. എന്തായാലും രേണുവിന്റെ മുഖത്ത് ആ ഒരു പണ്ടത്തെ പുഞ്ചിരി മുഴുവനായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും ഷീ ഈസ് ട്രൈങ് ഹെർ ബെസ്റ്റ്. കാരണം സുധിച്ചേട്ടൻ അന്നും ഇന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, മക്കളെ പൊന്നു പോലെ നോക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് വാരിയറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോരാടും, ഞാനിനി കരയില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഓരോ പോസ്റ്റ് കാണുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്താ ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? സുധിച്ചേട്ടൻ തരുന്ന ആ ധൈര്യം എന്തായാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. സുധിച്ചേട്ടൻ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ പോകും, പിള്ളേർക്ക് വേണ്ടി ജീവിക്കും, ചിരിച്ചുകൊണ്ട് ബോൾഡായിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ പേഴ്സണൽ കാര്യമൊക്കെ അങ്ങനെ ചിലപ്പോൾ സുചേട്ടനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ സങ്കടം വരും. അത് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ കരയാറില്ല. കരയത്തില്ല, കാരണം 2 മക്കളുണ്ട് കൂടെ. അത്രേ ഉള്ളൂ. ഒരു പാട്ടും കൂടെ പാടിത്തരുമോ? ഒരു പാട്ടും കൂടെ ഉണ്ട് കേട്ടോ കുട്ടിക്ക്. റെഡി? കണ്ണടിച്ചിട്ട് 1 2 3 പറയേ. 1 2 3 സ്റ്റാർട്ട്. പൊന്നാരി പൂങ്കാത്തിൽ ചെന്നാണി അളിച്ചോത്തിൽ ചെന്നറിയ കാണാൻ വെള്ളാങ്കിലി കൂട്ടം ചില്ലാരുവാമത്തിൽ പൊന്നാനിയൽ കോത്തിൽ പൊന്നാനിയൽ കണ്ടു പൊന്നാനയൽ താലം പൊന്നാനയൽ താലം പൊന്നാരി പൂങ്കാത്തിൽ ചെന്നാനിയൽ ചോത്തിൽ ചെന്നേറിയ കാണാൻ വിളാങ്കിലി കൂട ചില്ലാരുവാത്തിൽ പൊന്നാനിയൽ കോത്തിൽ പൊന്നാനിയൽ കണ്ടു പൊന്നാനയൽ താലം പൊന്നാനയൽ താലം. എത്ര വയസ്സായി? 4 വയസ്സിൽ ശ്രുതിശുദ്ധമായിട്ട് ആ താളമൊക്കെ എന്ത് രസമായിട്ടാവും പാടുന്നത് അല്ലേ? അപ്പോൾ ഇതിനു മുമ്പ് കായാമ്പൂ ഇതുപോലെ നമ്മളെ പാടി ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സുചേട്ടൻ്റെ എല്ലാ കഴിവുകളും മക്കൾക്ക് കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ സുചേട്ടൻ അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. പൊന്നുപോലെ ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ ഇവരുടെ കൂടെ. അതുപോലെ തന്നെ സുചേട്ടൻ്റെ വീട് പണി ഓൾമോസ്റ്റ് തീരാറായി. അതും ഫ്ലവേഴ്സിലൂടെ നിങ്ങൾ തന്നെ കാണുന്നതായിരിക്കും. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കമ്പനി തന്നെ നൽകുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ചിരിച്ച മുഖം അതുപോലെ തന്നെ ഇരിക്കണം. മുമ്പത്തെ ആ ഒരു മുഖം നമുക്കിനി വേണ്ട. ബോൾഡായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഇന്നിവിടെ എത്തിയാലും ജഗദീഷ് ചേട്ടൻ്റെ പ്രസൻസിലെത്തിയാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സുചേട്ടൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. നിങ്ങൾ വന്നപ്പം മിസ്സിങ് അവിടെ ഉണ്ട്, എന്നാലും നിങ്ങളുടെ വന്നിട്ടുണ്ട്. അതെ, സുചേട്ടൻ ഇവിടെ ഉണ്ട്, ആ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട് അല്ലേ നോബി ചേട്ടാ? ഇവരോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്, ഒപ്പം ഫ്ലവേഴ്സും ഉണ്ട്. ഇവരുടെ ഈ ഒരു പുഞ്ചിരി അതുപോലെ തന്നെ നിലനിർത്താനായിട്ട് ഫ്ലവേഴ്സ് എന്നും ഇവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു വാക്ക് നമ്മൾ നേരുകയാണ്. ഒരിക്കൽ കൂടെ ഈ ഒരു ചിരി അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കണേ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം വീണ്ടും കാണാൻ പറ്റിയതിൽ. ഹാപ്പി ഫേസ് ആയിട്ടിരിക്കും ചേട്ടാ. താങ്ക് യു സോ മച്ച് ഇന്ന് വന്നതിൽ. ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇവർക്കായിട്ടൊരു വലിയ കൈഡി കൊടുക്കാം. ഈ ഒരു കൈഡി നമ്മുടെ സുധിച്ചേട്ടനുള്ളതാണ് കേട്ടോ. വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയും. ഇത്തവണ നിങ്ങളുടെ ഈ ഒരു വീക്കെൻഡ് നിങ്ങൾ ഫ്ലവേഴ്സിനോടൊപ്പം സ്റ്റാർ മാജിക് പവേർഡ് ബൈ ജഗദീഷ് എന്നുള്ള ഈ ഒരു ഈവെന്റിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. എന്തായാലും ഷോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഈ ഒരു ഈവെന്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ജഗദീഷ് ചേട്ടനെ ഒന്നും കൂടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു വലിയ കൈഡിയോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്ന ഈ ഒരു
സമയത്ത് ഓഡിയൻസിൽ നിന്ന്, അതായത് ഞങ്ങൾ തന്നെയാണല്ലോ ഇന്നത്തെ ഓഡിയൻസ്, ഫുൾ പാട്ട് പാടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഈ ഒരു ഷോന്റെ അപ്പൊ അല്ല കേട്ടോ, ഞങ്ങൾ മനസ്സിൽ നിന്ന് പറഞ്ഞതാ. ഈ ഷോന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോ ഈവെന്റിൽ ഇത്രയും മണിക്കൂറുകൾ ഉണ്ടായപ്പോ ചേട്ടൻ എന്ത് തോന്നി? അല്ല, വളരെ സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ, അതിൻ്റെ കൂടുതലായിട്ടുള്ള അതിൻ്റെ വലിയൊരു സീരിയസ് അപ്രോച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു പ്രൊഫഷണൽ നാടകം പോലെയോ അല്ലെങ്കിൽ ഉദാത്തമായ ഒരു സിനിമ പോലെയോ ഉള്ള ഒരു ഷോ അല്ല ഇത്. സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് കുറച്ച് നേരം എല്ലാം മറന്ന് രസിക്കാനുള്ള, ചിരിക്കാനുള്ള കുറച്ച് ഗെയിംസ്, അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറുകൾ, അങ്ങോട്ട് സംസാരം, അതൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ കുറച്ച് സമയം പ്രേക്ഷകർക്ക് വീട്ടിലിരുന്ന് കുടുംബ സദസ്സുകൾക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ ഇരുന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അതിൽ അവരെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷോയിൽ ഇനിയും ഞാൻ വരുന്നുള്ളത്. അത് തന്നെ വി ആർ സോ മച്ച് ഹോണേർഡ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വേർഡ്സ്. ആൻഡ് ഇനി റിലീസ് ആവാൻ പോകുന്ന എല്ലാ പ്രൊജക്ട്സിനും ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഇനിയും ഈ വേദിയിൽ വരണം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്കൊരു പാട്ട് പാടി ജോളിയായിട്ട് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും പ്ലീസ് ജോയിൻ. ഓക്കെ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടു